അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു സിംപ്ലി യു ക്യാൻ. അപ്പോൾ ഇന്ന് ഞാൻ നാട്ടിൽ പോയി വന്നപ്പോൾ കൊടുത്തിട്ടുള്ള കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസും അതിൻ്റെ പ്രൈസും ഒക്കെയാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഞാൻ ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ ഒരു ബബിൾ റാപ്പിൻ്റെ ബാഗിൽ ഇട്ടിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പെയിൻറ്റ്സൊക്കെ ഇതുപോലെ തന്നെ വേറൊരു ബബിൾ റാപ്പിൻ്റെ ബാഗിൽ ആദ്യം ഒന്ന് കവർ ചെയ്തിട്ടാണ് പിന്നെ ഇതിലിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാ ഐറ്റംസിൻ്റെ ഒന്നും കറക്റ്റ് പ്രൈസ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അറിയുന്നതിൻ്റെയൊക്കെ ഞാൻ വീഡിയോയിൽ ഒരു സൈഡിലായിട്ട് കൊടുക്കുക. പല സ്ഥലങ്ങളിലായിട്ട് പല ടൈമിലായിട്ട് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിൻ്റെ ഒന്നും അറിയൂല കേട്ടോ. പിന്നെ ഇതൊക്കെ ആക്രിലിക് പെയിൻറ്റുകളാണ് കേട്ടോ. ഫെവിക്രിലിൻ്റെ ആണ് ഞാൻ കൂടുതലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. 100 ml വലിയ ബോട്ടിലുണ്ട്, പിന്നെ അതുപോലെ തന്നെ ചെറിയ 15 ml ബോട്ടിലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ഇതുപോലെ പെയിൻറ്റ് നാട്ടിൽ നിന്നൊക്കെ എങ്ങോട്ടെങ്കിലും വാങ്ങിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ ഇതുപോലെ അതിൻ്റെ ക്യാപ്പ് ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് പൊട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ 1-2 പ്രാവശ്യം അങ്ങനെ കൊടുന്നപ്പം പൊട്ടിയതുകൊണ്ടാണ് പിന്നെ ഓരോ ബോട്ടിലിൻ്റെയും ക്യാപ്പ് റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ റെസിനാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്ലേക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഗോൾഡൻ സിൽവർ കളർ ഫ്ലേക്സ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ ഇങ്കുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് 3D ഔട്ട്ലൈനറുകളാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇതുപോലത്തെ വുഡൻ ക്ലിപ്സുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഫ്ലെക്സ് ക്യുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലൂ ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 2 പീസ് വാങ്ങിച്ചു നോക്കിയതായിരുന്നു. അപ്പോൾ ഒരു പീസ് ഞങ്ങൾ യൂസ് ചെയ്ത് നോക്കിട്ടോ, നല്ല ഗ്ലൂ ആണ്. പിന്നെ ഫെവിക്രിലിൻ്റെ തന്നെ ഇതുപോലത്തെ ഒരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 10 ഷെയ്ഡ്സ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇങ്ങനത്തത് ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടുന്ന് വാങ്ങിക്കുന്നതാണ്, പക്ഷേ വലിയ ബോട്ടിലൊന്നും ഇവിടെ അങ്ങനെ കാണാറില്ല. പിന്നെ റെസിനാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ റെസിന് ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാനും ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് വൂളൻ ത്രെഡാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ പേപ്പർ ത്രെഡ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് റിബൺസ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. അത് പല സൈസിലുള്ളതും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കുറേ ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണേ. ഇനി നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് റെസിനാട്ടൊക്കെ ചെയ്യുമ്പം യൂസ് ചെയ്യുന്ന ഡ്രൈ ഫ്ലവേഴ്സാണ്. അപ്പോൾ ഇത് പല ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ ഉണ്ട് കേട്ടോ അതിൽ. പിന്നെ ഇത് സ്പ്രേ വാർണിഷാണ് കേട്ടോ. പിന്നെ ഇത് ഒരു സ്റ്റിക്കറാണ്, നമ്മൾ ജേണലൊക്കെ ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിക്കറാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫോട്ടോ ഫ്രെയിമിന് അങ്ങനത്തേനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു പാക്കിൽ 4 ഇതുപോലത്തെ പീസുകളാണ് കേട്ടോ വരുന്നത്. അതിൽ ഓരോന്നിലും കുറേ കോട്ട്സ് അല്ലെങ്കിൽ ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതുപോലെ പീൽ ചെയ്തിട്ട് ഒട്ടിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി സ്റ്റിക്കറാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇനി ഓരോ ക്രാഫ്റ്റുകൾ ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് ജൂട്ട് ത്രെഡാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ റെസിനാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മോൾഡുകൾ വാങ്ങിച്ചിട്ടുണ്ട്. സിലിക്കൺ മോൾഡുകളാണ്. അപ്പോൾ ഇത് നമുക്ക് ലോക്കറ്റ് അല്ലെങ്കിൽ കീ ചെയിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ടൈപ്പ് മോൾഡാണ്. ഇത് അതുപോലെ ഫോട്ടോ ഫ്രെയിം അല്ലെങ്കിൽ കോസ്റ്ററൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു മോൾഡാണ് കേട്ടോ. പിന്നെ റെസിനാട്ട് ചെയ്യാൻ തന്നെ ഗോൾഡ് ഫ്ലേക്സ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് ക്യാൻവാസ് ബോർഡുകൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ആമസോൺ വഴിയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വുഡൻ സ്റ്റാമ്പ് സെറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഫ്ലവറൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ഗ്രീൻ ടേപ്പാണ്. അപ്പോൾ 2 കളർ ഷെയ്ഡിലുണ്ട്, ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലവർ ഉണ്ടാക്കുന്ന തന്നെ തിന്നായിട്ട് വരുന്ന കമ്പികളാണ്. അതും തന്നെ ഗോൾഡൻ കളറും സിൽവർ കളറും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്ലവർ സ്റ്റേമെൻറ്റ്സ് ആണ്. അപ്പോൾ അത് പല കളറിലുള്ളതും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു സ്റ്റെൻസിൽഡ് സെറ്റാണ് കേട്ടോ, പ്ലാസ്റ്റിക്കിൽ വരുന്നത്. അപ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ചെയ്താൽ പിന്നെ അത് കഴുകിയിട്ട് വീണ്ടും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പല പാറ്റേണിൽ വരുന്ന ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് വരുന്ന നല്ല അടിപൊളി സ്റ്റെൻസിലുകളാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതും ഞാൻ ആമസോൺ വഴി വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു. പിന്നെ ഒരു റോള് മാക്രം ത്രെഡ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് ക്ലേ ടൂൾസുകളും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നാട്ടിൽ പോകുന്നതിൻ്റെ മുന്നേ വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. പിന്നെ ഇത് പേപ്പർ കട്ടറാണ് കേട്ടോ. ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. സേവ് ദ ഡേറ്റ്, ഗിഫ്റ്റ് ബോക്സുകൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഈസി ആയിട്ട് തന്നെ പേപ്പറൊക്കെ കട്ട് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ക്രാഫ്റ്റ് ഐറ്റംസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ ഇതിൻ്റെ മുന്നേ ക്രാഫ്റ്റ് ഐറ്റംസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ട് നോക്കണേ. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.